വെച്ചാല് അടിപൊളി സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ വെച്ചാല് സോയാബീനെ കൊണ്ട് ഒന്നൊന്നര ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മളെ ജന്നാസ് അതുപോലെ എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. അതിനെ കൊണ്ട് നമ്മൾ സോയാബീനോട് കിടക്കുകയാണ്. ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലവർ പൊടി, പിന്നെ മുളകും പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഗരം മസാല നല്ലോണം മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. സോയാബീൻ 5 മിനിറ്റ് റെസ്റ്റ് ആക്കാം. എന്നിട്ട് അതിലോട്ട് കരിവേപ്പിൻ്റെ ഇടുക. ചട്ടിയിലോട്ട് കരിവേപ്പിൻ്റെ ഇടുക. എന്നിട്ട് അതിലോട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നല്ല ചൂടായ ശേഷം സോയാബീൻ ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അടിയിൽ പിടിക്കുക വിചാരിച്ചിട്ടാണ്. പല നമ്മളിതാ സോയാബീൻ ഫ്രൈ ചെയ്ത് തിന്നാൻ പോവാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസം നോക്കുക. എൻ്റെ സോയാബീൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എല്ലാവരും ഈ സോയാബീൻ റോസ്റ്റ് ഒന്നുപാട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. ബൈ.